ഇന്ന് ഗോഡ് ഫണ്ട് ട്രേഡറിൻ്റെ 25K അക്കൗണ്ടിൻ്റെ പേ ഔട്ട് ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഡേറ്റ് നോക്കിയാൽ കാണാം, January 23 ആണ്. അതായത് January 3rd വീക്കാണ്. നമ്മൾ ഓൾറെഡി 2 പേ ഔട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3rd പേ ഔട്ടാണ് ഈ മന്തിൽ. സോ നമുക്ക് വിഡ്രോയിലേക്ക് പോകാം. സോ ഞാനിവിടെ GFTയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഡാഷ്ബോർഡിൽ കാണാം 25K അക്കൗണ്ടാണ്. അതിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്തിരിക്കുന്നത് 650 ആണ്. നമ്പർ ഓഫ് ട്രേഡ്സ് 13 ട്രേഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഡേയ്സ് 3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ 80% സ്പ്ലിറ്റാണ് ഇതിൽ വരുന്നത്. അതുപോലെ വിഡ്രോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം 650 ആണ് വിഡ്രോയിൽ നമുക്ക് വന്നിരിക്കുന്നത്. സോ റിക്വസ്റ്റ് പേ ഔട്ട് കൊടുക്കുന്നു. ഇവിടെ റൈസ് ആണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. പക്ഷേ മെയിൽ ID എൻ്റെ റൈസ് അക്കൗണ്ടിൻ്റെ വേറെ ആയതുകൊണ്ട് ഞാൻ ഇത് ക്രിപ്റ്റോയിലേക്കാണ് വിഡ്രോയിൽ കൊടുക്കുന്നത്. സോ ഞാൻ എൻ്റെ USDT അഡ്രസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പേ നൗ കൊടുക്കാം. വിഡ്രോവൽ ഈസ് പ്രോസസ്സിങ്. ഓക്കെ, വിഡ്രോവൽ സബ്മിറ്റ് ആയിട്ടുണ്ട്. അതായത് ഈ മന്തിലെ നമ്മുടെ 3rd പേ ഔട്ടാണ്. അതായത് 3rd വീക്കാണ് ജനുവരിയിൽ 2026 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ 3rd പേ ഔട്ടാണ്. അതുപോലെ ലാസ്റ്റ് 2 ടൈംസ് നമ്മളെടുത്ത പേ ഔട്ടിൻ്റെ നമ്മൾ ലാസ്റ്റ് ടൈം കണക്ക് കൂട്ടിയായിരുന്നു. $6,344 ആണ് ടോട്ടൽ ലാസ്റ്റ് 2 വീക്കിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത്തവണ എടുത്ത പ്രോഫിറ്റ് 650 ആണ്. അതായത് 90 കൂട്ടിക്കഴിഞ്ഞാൽ 58,000 റുപ്പീസാണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഈ മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 3 വീക്സിലെ പേ ഔട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 പേ ഔട്ട്സ് പ്ലസ് 650 6994 ആണ് ടോട്ടൽ ഇൻറ്റു 90. അതായത് 6,29,000 ആണ് ടോട്ടൽ നമ്മൾ 3 വീക്സ് ആയിട്ട് ജനുവരിയിൽ എടുത്തിരിക്കുന്നത്. അതായത് ഇത് നമ്മുടെ ജസ്റ്റ് 2 ഫണ്ടഡ് അക്കൗണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർ ആണെങ്കിൽ അറിയാം, ഞാൻ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ ട്രേഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് 2 ഫണ്ടഡിൻ്റെ പേ ഔട്ടാണ്. നെക്സ്റ്റ് പേ ഔട്ട് കാണാം.